അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗമാണ് ഞാൻ വായിച്ചത്. മനുഷ്യനെ മടങ്ങി വരുവാൻ ദൈവം വിളിക്കുന്ന വിളി എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുന്നവനായിരുന്നു, ദൈവത്തോട് സംസാരിക്കുന്നവനായിരുന്നു, ദൈവത്തെ കാണുന്നവനായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. എന്നാൽ ഒരു ദുർദിവസത്തിൽ മനുഷ്യൻ തെറ്റിപ്പോയി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. അവൻ ദൈവത്തെ കാണുമ്പോൾ അവൻ്റെ കാലൊച്ച കേട്ട് അവൻ ഒളിച്ചിരിക്കുന്നവനായി മാറി. ദൈവത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഭയം അവന് നഷ്ടപ്പെട്ടു. ദൈവം കൊന്നുകളയുമെന്നുള്ളതായ ഭയം ഇപ്പോൾ അവനെ വാഴുകയാണ്. നേരത്തെ അവന് ദൈവത്തോടുള്ളതായ ഭയം, ദൈവം വലിയവനാണെന്നും ദൈവം മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്നുമുള്ളതായ ഒരു ദൈവിക ഭയം മനുഷ്യനുണ്ടായിരുന്നു എങ്കിൽ, ഇപ്പോൾ മനുഷ്യനിൽ മരണഭയം, ദൈവം അവനെ കൊന്നുകളയും എന്ന് മനുഷ്യൻ പേടിക്കുന്നു. മനുഷ്യൻ എന്തു ചെയ്തു? അതുകൊണ്ട് ഓടിപ്പോയി. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഓടിപ്പോയ മനുഷ്യനെ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം തൻ്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നുള്ളതായ വാചകത്തോടു കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത്. ഞാൻ ആദിയും അന്തവുമാകുന്നു. ആദിയിൽ നീ ഓടിപ്പോയി എങ്കിൽ അന്ത്യത്തിൽ നിന്നെ ഞാൻ തിരിച്ച് എൻ്റെ സന്നിധിയിൽ നിർത്തും. മഹാസ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. മനുഷ്യൻ ഓടിപ്പോയിരുന്നാലും മനുഷ്യനെ വിട്ടുകളയാതെ അവനെ തിരിച്ചു വിളിക്കുന്നതായ ഒരു സ്നേഹം. നീ മടങ്ങി വന്നാൽ, അതാണ് ദൈവം വെച്ചിരിക്കുന്നതായ കണ്ടീഷൻ. നീ മടങ്ങി വരുമെങ്കിൽ, അധമമായത് ഉപേക്ഷിച്ച് നീ മടങ്ങി വരുമെങ്കിൽ, നിന്നെ വീണ്ടും എൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ കൈക്കൊള്ളും, നിന്നെ അംഗീകരിക്കും, നിന്നെ സ്നേഹിക്കും, നിന്നോടുകൂടെ ഞാൻ വസിക്കും, നിന്റെ അടുത്ത് വരും, നിന്നോട് സംസാരിക്കും. ഞാനും നീയും തമ്മിൽ മുഖാമുഖം വീണ്ടും കാണും. എപ്പോഴാണോ? നിത്യതയിലാണോ? അല്ല, നീ ജീവനോടുള്ളപ്പോൾ, നീ ജീവിച്ചിരിക്കുമ്പോൾ. അങ്ങനെ ഒരു അനുഭവമുള്ളവർക്ക് വേണ്ടിയാണ് നിത്യതയിലുള്ളതായ നിത്യ സഹവാസം ദൈവം വച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ അതിൻ്റെ 18-ാം വാക്യത്തിൽ അത് ഒരു സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമമായിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിലൊന്ന് നോക്കൂ, റിഫ്യൂസസ് ടു ബി ഹീൽഡ്. പലപ്പോഴും ദൈവം നമ്മളെ സൗഖ്യമാക്കുവാൻ കടന്നു വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ബട്ട് വി റിഫ്യൂസ്. നമ്മൾ അതിനെ തിരസ്കരിച്ച് കളയുന്നു. നമുക്ക് നമ്മുടെ മുറിവിനെ അത് കരിച്ചു കളയുവാനോ അതൊന്ന് സൗഖ്യമാക്കുവാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഒരു വൈദ്യൻ രോഗിയുടെ അടുത്ത് കടന്നു വരുന്നത് പോലെ, വരൂ നിന്റെ മുറിവുകളെ ഞാനൊന്ന് കെട്ടിവെക്കട്ടെ, അതൊന്ന് കരിയട്ടെന്ന് പറഞ്ഞാൽ, അനുസരണം കെട്ട ഒരു രോഗി അവൻ അനുസരണം കെട്ടവനായി കൊണ്ടു നടന്ന് ഒരു ദിവസം അവൻ്റെ കാലിലോ കയ്യിലോ ഒരു മുറിവുണ്ടായാൽ അത് പഴുത്ത് ശരീരത്തെല്ലാം വ്യാപരിക്കുന്നതായ അല്ലെങ്കിൽ വ്യാപിക്കുന്നതായ ഒരു പരുവായി, ഒരു രോഗമായി, അല്ലെങ്കിൽ അതൊരു നഷ്ടമായി അവൻ്റെ ജീവിതത്തിൽ അവനൊരു അംഗഭേദം വരുത്തത്തക്കതായ ഹാനി വരത്തക്ക രീതിയിൽ, മരണകരമായ മുറിവ് വരത്തക്ക രീതിയിൽ അവന് അങ്ങനെയുള്ള ഒരു ആപത്തിൽ പതിക്കുന്നത് മനുഷ്യൻ പലപ്പോഴും തെരഞ്ഞെടുക്കുന്നു. ദൈവം വിളിക്കുകയാണ്, നീ മടങ്ങി വന്നാൽ. പ്രൈസ് ദി ലോർഡ്. അധമമായത് നീ ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ, ഇത്രേ വേണ്ടൂ. ദൈവത്തിനു വേണ്ടി കൈക്കൂലിയൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവം വലിയ കാര്യങ്ങൾ, ഒരു സമ്പത്ത് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എനിക്ക് താ എന്ന് പറയുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ വേണ്ടി മനുഷ്യനെ ദൈവം വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെ ദൈവത്തിന് ആവശ്യം. ഇപ്പോൾ നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തമമല്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, അനേകരുടെ മുറിവുകളെ പഴിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം.
നമ്മൾ വിശ്വാസ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഒരു വലിയ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭൗമികമായ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു മനുഷ്യനിൽ ഒരു മുറിവുണ്ടായാൽ അത് മരുന്ന് കൊണ്ട് സുഖമാക്കാം. ഒരു ഡോക്ടറുടെ പരിചരണം കൊണ്ട് അത് സൗഖ്യമാകും. ആൻറ്റിബയോട്ടിക് കൊണ്ട് അതിന് പ്രതിരോധിക്കാം. പക്ഷെങ്കിൽ ഒരാത്മീക ജീവിതത്തിൽ മുറിവുണ്ടായാൽ ഒരിക്കലും അത് കരിയില്ല, ഒരിക്കലും കരിയില്ല. അതിൻ്റെ പാടുകൾ നിന്നെ കണ്ട് പരിഹസിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ മുറിവുകൾ നിന്നെ കണ്ട് പരിഹസിച്ചു കൊണ്ടിരിക്കും. കരിയാത്ത മുറിവുകൾ ആത്മീക ജീവിതത്തിൽ നിന്റെ മേലിൽ പതിക്കുമ്പോൾ നിന്നെ വിടുതലാക്കാത്തതായ ഒരു സ്വഭാവം നിന്നിൽ രൂപം കൊള്ളും. എന്താണ് വിടുതലാക്കാത്തതായ സ്വഭാവം? റിഫ്യൂസസ് ടു ബി ഹീൽഡ് എന്ന് പറഞ്ഞാൽ സൗഖ്യമാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് സൗഖ്യത്തെ നിരാകരിക്കുന്ന സ്വഭാവം. എല്ലാ ദിവസവും സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് കടന്നു വരുന്നുണ്ട്. നമ്മോട് പറയുകയാണ്, നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്കേ വേണ്ടൂ. നിന്റെ നാവിൻ്റെ ഗുണം, നിന്റെ നാവ് കൊണ്ട് നീ അധമമായത് സംസാരിക്കാതെ, മറ്റുള്ളവരെ ശപിക്കാതെ, നിന്ദിക്കാതെ, വലിയവനെയും ചെറിയവനെയും കണ്ട് നിന്റെ ഹൃദയത്തിൽ പരിഹാസം ഉൾക്കൊള്ളാതെ, നിന്റെ ജീവിതത്തിൽ അവരെ അപമാനിക്കാതെ, അവർക്ക് വിരോധമായി സംസാരിക്കാതെ, ദൈവം സൃഷ്ടിച്ചതായ നിന്റെ സഹോദരവർഗങ്ങളെ അപമാനിക്കാതെ, നിന്ദിക്കാതെ, പരിഹസിക്കാതെ, താഴ്ത്തിക്കളയാതെ, ഉത്തമമായി ദൈവം അവരെ സ്നേഹിക്കുന്നത് പോലെ നിനക്കും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം അതാണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് പകരം വേണ്ടുന്നത് അത്രയേ ഉള്ളൂ. സമ്പത്തല്ല, വലിയ പൊന്നല്ല, വെള്ളിയല്ല, നിനീ കാണുന്നത് പോലെ വലിയ കാര്യങ്ങളൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഉത്തമമായത് പ്രസ്താവിക്കണം. ഒരു കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നാൽ അതിൽ ഉത്തമമായത് ഏതെന്ന് തിരഞ്ഞെടുക്കുവാനുള്ളതായ ഒരു വിവേകം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. അവനെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവം അങ്ങനെയുള്ളവരെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളതായ ഒരു സന്ദേശം ഈ പ്രഭാതത്തിൽ നമ്മുടെ കാതുകളിൽ ദൈവം മുഴക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മുഴക്കുകയാണ്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അവനെ വിട്ടുപോയി. അവനുമായിട്ടുള്ളതായ സംസർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവനുമായിട്ടുള്ളതായ സംസാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ മുഖത്തെ കാണുവാനുള്ളത് ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവനോടുകൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നീ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നിന്നിൽ വെളിപ്പാടുണ്ടാകണം, ദർശനമുണ്ടാകണം. എന്ത് ദർശനം? ഉത്തമമായത് സംസാരിക്കുവാനുള്ളതായ ദർശനം, ഹീൽ ചെയ്യുവാൻ അല്ലെങ്കിൽ നിന്റെ മുറിവിനെ കരിക്കുവാനുള്ളതായ ഒരു ദർശനം, ഒരാത്മീകമായ അഭിഷേകം, ഒരു രൂപാന്തരം നമ്മിൽ നടക്കുമ്പോൾ അവിടെയാണ് മനുഷ്യൻ വിജയിക്കുന്നത്. അവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത വരുന്നത്. അവിടെയാണ് ശത്രു തോറ്റു പോകുന്നത്. അവനിലാണ് മരണത്തിന് സ്വാധീനമില്ലാതിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. എപ്പോഴാണ് ഉയർപ്പിക്കുന്നത്? അവർ മരിച്ചതിന് ശേഷമാണോ? അല്ല, അവർ ജീവനോടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി മനുഷ്യരിൽ നടക്കുമ്പോഴാണ് ദൈവം അവൻ്റെ പ്രവൃത്തികളെ സുഗമമായി ദൈവത്തിൻ്റെ വഴികളിൽ കൂടെ, പന്ഥാവിൽ കൂടെ അവനെ കടത്തി ദൈവത്തിൻ്റെ അഭിഷേകം അവനിൽ സ്ഥിരമാക്കി വെച്ച് ഇവൻ എനിക്കുള്ളവൻ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശത്രുവിൻ്റെ മേൽ അവകാശപ്പെടുന്നത് അപ്പോഴാണ്. അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കരുത്, അവനെ തൊടരുത്, അവൻ എൻ്റെ ദാസൻ, അവൻ എൻ്റെ പ്രിയപുത്രൻ, അവനെ നീ തൊട്ടുപോകരുത്, അവനെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് അപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിച്ചതായ വചനം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ. God bless you.